ഹായ് ഫ്രണ്ട്സ്, എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ BCCIക്ക് വലിയൊരു സിഗ്നൽ നൽകിയിരിക്കുകയാണ് സഞ്ജു സാംസൺ. മലയാളികളുടെ പ്രിയ താരമായ സഞ്ജു സാംസൺ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് കേരള ക്രിക്കറ്റ് ലീഗിലാണ്. കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന് വേണ്ടി കഴിഞ്ഞ ഒരു മത്സരത്തിൽ ആദ്യ മത്സരത്തിൽ ബാറ്റ് ചെയ്യാൻ അവസരം ലഭിക്കാതിരുന്ന സഞ്ജു സാംസൺ രണ്ടാം മത്സരത്തിൽ 22 ബോളുകൾ ഫേസ് ചെയ്ത് ആറാമനായി ഇറങ്ങി 13 റൺസ് മാത്രമെടുത്ത് ഒരു ബൗണ്ടറി പോലും നേടാതെ നിരാശപ്പെടുത്തി. എല്ലാവരും അദ്ദേഹത്തിൻ്റെ ഫോമിന് വേണ്ടി കാത്തിരുന്നപ്പോൾ അദ്ദേഹം വളരെയേറെ നിരാശപ്പെടുത്തിക്കൊണ്ട് രണ്ടാം മത്സരത്തിൽ പെർഫോം ചെയ്യാൻ കഴിയാതെ പോയി. 24 മണിക്കൂർ തികച്ചു വേണ്ടി വന്നില്ല. ഈ അടുത്ത കാലങ്ങളിലായി അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേവറേറ്റ് പൊസിഷനായ ഓപ്പണിങ്ങിലേക്ക് മൂന്നാം മത്സരത്തിൽ തിരിച്ചു വന്ന അദ്ദേഹം ഒരു തകർപ്പൻ സെഞ്ചുറിയോടെ തൻ്റെ ആരാധകരെയും തന്നിൽ വിശ്വാസമർപ്പിച്ച എല്ലാവർക്കും വേണ്ടി തിരിച്ചു വന്നിരിക്കുകയാണ്. വെറും ആദ്യ പന്ത് മുതൽക്ക് തന്നെ കൊല്ലം സെയിലേഴ്സിനെതിരെയായിരുന്നു മൂന്നാമത്തെ മത്സരം കൊച്ചി ബ്ലൂ ടൈഗേഴ്സിൻ്റെ. ഓപ്പണിങ്ങിറങ്ങിയ അദ്ദേഹം ആദ്യ ബോൾ തന്നെ ബൗണ്ടറി നേടിയാണ് തുടങ്ങിയത്. ബൗളർമാരെ തലങ്ങും വിലങ്ങും പ്രഹരിച്ചുകൊണ്ട് വെറും 16 പന്തിൽ അർദ്ധ സെഞ്ചുറി നേടിയ സഞ്ജു സാംസൺ കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ ചരിത്രത്തിലെ, അതായത് കഴിഞ്ഞ കൊല്ലം മുതലാണ് തുടങ്ങിയത് എങ്കിലും ഈ രണ്ട് സീസണിലും ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള 50ആണത്. 16 പന്തിലാണ് അദ്ദേഹം അർദ്ധ സെഞ്ചുറി നേടിയത്. അർദ്ധ സെഞ്ചുറി നേടിയിട്ടും തൻ്റെ തട്ടുപൊളിപ്പം ബാറ്റിംഗ് തുടർന്ന സഞ്ജു സാംസൺ 42 പന്തിൽ സെഞ്ചുറിയും നേടി. അങ്ങനെ മൊത്തം 121 റൺസാണ് അദ്ദേഹം നേടിയത്, വെറും 51 ബോൾ മാത്രം ഫേസ് ചെയ്ത്. അതിൽ 7 പടുകൂറ്റൻ സിക്സറുകളും 14 ഫോറുകളുമാണ് ഉൾപ്പെടുന്നത്. 237.25 സ്ട്രൈക്ക് റേറ്റിലാണ് അദ്ദേഹം കഴിഞ്ഞ മത്സരത്തിൽ ബാറ്റ് ചെയ്തത്. BCCIക്ക് വലിയൊരു സൂചനയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. ഓപ്പണിങ്ങിലേക്ക് മറ്റൊരാളെ പരിഗണിക്കേണ്ട കാര്യമില്ല എന്നുള്ള സിഗ്നലാണ്. എങ്കിലും നമുക്ക് കാത്തിരുന്ന് കാണാം ഏഷ്യ കപ്പിൽ സഞ്ജു സാംസൺ ഏത് പൊസിഷനിൽ ബാറ്റ് ചെയ്യുമെന്ന്. ഓക്കെ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.